ഗൈസ്, ഇന്ന് നമുക്ക് ഒരു അമ്പർല പലാസ എങ്ങനെ കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അത് കട്ട് ചെയ്യുന്നത് ഇന്നും സ്റ്റിച്ച് ചെയ്യുന്നത് നാളെയായിട്ട് ഞാനിടാം കേട്ടോ. കണ്ടോ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. തുണി രണ്ടായി ആദ്യം മടക്കി എടുക്കുക. രണ്ടായി മടക്കി അതിൻ്റെ മൂല മടക്കിയെടുക്കുക. അപ്പോൾ 4 മടക്കായി. 4 മടക്കിലാണ് നമ്മൾ വെട്ടാൻ ഉദ്ദേശിക്കുന്നത്. അടിവട്ടം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എല്ലാം ശരിക്ക് മടക്കിയിട്ട് കനം കുറഞ്ഞ തുണിയായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മടക്കാനായിട്ട്. എന്നാലും നമ്മൾ ശരിക്ക് മടക്കി ഇട്ടു. ഇനി അതിൻ്റെ അരഭാഗം, ഇത് വണ്ണം 9 ഇഞ്ചാണ്. അതിനൊരു 10 ഇഞ്ച് തയ്യൽ തുമ്പടക്കം നമുക്ക് മാർക്ക് ചെയ്യാം. നേരെ വരയ്ക്കുമ്പോൾ മൂല കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് അതിന് ഇറക്കം പോരായാണ്. 36 ഇഞ്ച് ഇറക്കം കിട്ടണം. അതില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കയറ്റി റൗണ്ട് ചെയ്ത് വരച്ചു. ഇപ്പോൾ നമുക്ക് 36 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി നമുക്കത് ഉണ്ടോ ഒരു 10 ഇഞ്ച് കറക്റ്റ് കിട്ടിയില്ലെങ്കിലും കുറച്ച് കുറവ് തയ്യൽ തുമ്പിട്ട് അടിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യാം. 36 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അപ്പോൾ 36 ഇഞ്ച് 37 ഇഞ്ച് വേണം നമുക്ക്. ആകെ 39 ഇഞ്ചാണ് വേണ്ടത്. അതിന് മേലെ പടി വെച്ച് ഇലാസ്റ്റിക് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ 36 ഇഞ്ച് വീതം ഫുൾ റൗണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അളവെടുത്ത് മാർക്ക് ചെയ്ത് റൗണ്ട് വരച്ച് എടുക്കുക. ഇനി അത് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തു, അരഭാഗം കട്ട് ചെയ്തു. ഇനി അടിഭാഗം അതുപോലെ കർവ് നോക്കി കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗമാണ്. ഒരു 13 ഇഞ്ച് ഇറക്കം ക്രോച്ചിന് വേണം. അത് മാർക്ക് ചെയ്തു. അവിടെ ഒരു 2 ഇഞ്ച് ക്രോച്ച് കർവ് വരയ്ക്കാനുള്ളത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മേലെ നിന്ന് ആ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് ചെരിച്ച് മാർക്ക് ചെയ്യുക. അതിൽ കർവ് വരച്ച് കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെയാണ് കർവ് വരയ്ക്കുന്നത്. അതിന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, കട്ട് ചെയ്യൽ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ലൈനിങ് നമുക്ക് കട്ട് ചെയ്യണം. അതിന് മുന്നേ പടി കട്ട് ചെയ്യണം. പടി ഒരു 3 ഇഞ്ച് വെച്ച് നമ്മൾ വീതിയിൽ 3, 3, 6 ഇഞ്ച് വീതിയിൽ പീസ് എടുത്ത് മടക്കുകയാണ് ചെയ്യുന്നത്. 2 ഇഞ്ച് ഇലാസ്റ്റിക് ഇടാനും 1 ഇഞ്ച് ഇറക്കം കൂടുതൽ കിട്ടാനും വേണ്ടിയിട്ടാണ് 3 ഇഞ്ച് ഇടുന്നത് കേട്ടോ. ഇത് നമുക്ക് 3 ഇഞ്ച് എല്ലാവിടും കറക്റ്റാക്കി ഒപ്പം വെച്ച് എടുക്കാം. നീളം 40 ഇഞ്ചാണ് വേണ്ടത്. പക്ഷേ അതിൻ്റെ കുറച്ച് കൂടുതലുള്ളത് നമ്മൾ എടുക്കണം. 20 ഇഞ്ചിന് പകരം അതിനേക്കാൾ കൂടുതലുണ്ട് കേട്ടോ. 24 ഇഞ്ചോ മറ്റോ ഉണ്ട്. ആ പടി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ്ങും അതിൻ്റെ അരവണ്ണത്തിൻ്റെ അളവെടുക്കുക. ആദ്യം കട്ട് ചെയ്ത് വെച്ച തുണിയുടെ അരവണ്ണത്തിൻ്റെ ഇങ്ങനെ വെച്ച് നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ ഒപ്പം വെച്ച് നമുക്ക് അളവെടുത്ത് വരയ്ക്കാം. ഇത് കൂടാണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയിൽ
കട്ട് ചെയ്ത് വേസ്റ്റ് തുണി കറക്റ്റ് വെച്ച് അതിൻ്റെ അളവെടുത്ത് വരയ്ക്കാൻ കേട്ടോ. കട്ട് ചെയ്ത് വെച്ച് തുണിയെടുത്ത് വരച്ചു. ഇനി 34 ഇഞ്ച് ഇറക്കമാണ് നമുക്ക് വേണ്ടത്. ആ 34 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് അത് ആ പോയിൻറ്റിലേക്ക് ചെരിച്ച് വെച്ച് നമ്മൾ വരച്ചെടുക്കണം. ഇത് മൂല മടക്കിയിട്ട് അമ്പർല വെട്ടാനുള്ള തുണിയില്ല, 2 മീറ്ററേ ഉള്ളൂ. അത് കാരണം കൊണ്ട് 2 മീറ്റർ അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇറക്കാൻ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നീളത്തിലിട്ട് എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇടണം കേട്ടോ. ഇനി നമുക്ക് ക്രോച്ച് ഭാഗം 13 ഇഞ്ച് എടുത്ത് നല്ല തുണി മാർക്ക് ചെയ്ത മാതിരി തന്നെ മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് എടുത്ത് മേലേന്ന് ചെരിച്ച് വരച്ച് അതിൽ കർവ് വരച്ച് അതും കട്ട് ചെയ്തെടുക്കാം. ഈ ജലദോഷമുള്ളത് കൊണ്ട് സൗണ്ട് കുറച്ച് മാറ്റമുണ്ട്. ഉണ്ടോ, കട്ട് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ടില്ലേ?